ഓം സായിറാം. സായിബാബയെ പ്രത്യക്ഷ രൂപത്തിൽ കണ്ടവരും ആ സാന്നിധ്യത്തിൽ ജീവിച്ചവരുമാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാൽ 90കളുടെ ആരംഭത്തിൽ അതിനു ഭാഗ്യം ലഭിച്ച വളരെ കുറച്ചാൾക്കാർ ജീവിച്ചിരുന്നു. അതിലൊരാളായിരുന്നു ബാബയുടെ പ്രിയ ശിഷ്യനായ ശ്യാമ എന്നറിയപ്പെട്ടിരുന്ന ശ്രീ മാധവറാവ് ദേശ്പാണ്ഡെയുടെ മകൻ ഉദ്ധവറാവ് ദേശ്പാണ്ഡെ. ശ്രീ സായിബാബ 1918 സമാധിയായ സമയത്ത് അദ്ദേഹത്തിന് 10 വയസ്സായിരുന്നു. ധനഞ്ജയ് നായിക് എന്ന മീഡിയ പ്രവർത്തകൻ 1992 അദ്ദേഹത്തെ, അതായത് ഉദ്ധവറാവ് ദേശ്പാണ്ഡെയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. ധനഞ്ജയ് നായിക് അദ്ദേഹത്തോട് ബാബയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സായി ഭക്തരായ എല്ലാവരോടും ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇന്നിത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച നാം ഓരോരുത്തരും ബാബയുടെ അനുഗ്രഹമുള്ളവരാണ്. പുസ്തകങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ കാര്യങ്ങൾക്കപ്പുറം ബാബയെപ്പറ്റി നമുക്കറിയാൻ ഇങ്ങനെ അവസരമുണ്ടായത് അദ്ദേഹത്തിൻ്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. ധനഞ്ജയ് നായിക് പറയുന്നത്, 1992 ഞങ്ങൾ സായി ഭക്തരും ഒന്നിച്ച് ഷിർഡിയിൽ പോയപ്പോൾ സായി സമാധി ദർശനത്തിന് ശേഷം മാധവറാവ് ദേശ്പാണ്ഡെയുടെ വീട്ടിൽ പോയിരുന്നു. ആ കാലത്ത് ഇന്നത്തെ പോലെ വലിയ തിരക്കൊന്നും ഷിർഡിയിൽ ഉണ്ടായിരുന്നില്ല. മാധവറാവ് ദേശ്പാണ്ഡെയുടെ വീട്ടിൽ കുറച്ചുപേർ ഉണ്ടായിരുന്നു. ഉദ്ധവറാവ് ദേശ്പാണ്ഡെ തൻ്റെ ഓർമ്മകളിൽ ബാബയെപ്പറ്റിയുള്ള കാര്യങ്ങൾ വിവരിക്കുകയായിരുന്നു. 84-ാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി അപാരമായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ബാബ കാണാൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന്. ഉദ്ധവറാവ് പറഞ്ഞു, ബാബ 6 അടിയോളം ഉയരമുള്ള വെളുത്ത ശരീരപ്രകൃതമുള്ള ആളായിരുന്നു. ഒരു പഴത്തിൻ്റെ തൊലി പൊളിക്കുമ്പോൾ കാണുന്ന മഞ്ഞ കലർന്ന വെളുത്ത നിറം എന്ന് പറയാം. അതുപോലെ വെളുത്ത ശരീരം. ചെവികൾ വലുതായിരുന്നു. കാതുകൾ കുത്തിയിട്ടുണ്ടായിരുന്നു. ഉദ്ധവറാവ് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാബയുടെ കൂടെ ദ്വാരകാമായിലുണ്ടായിരുന്നു. ബാബയുടെ മടിയിലിരിക്കുമായിരുന്നു. കാത് കുത്തിയിരുന്നുവെന്ന് വളരെ അടുത്ത് കണ്ടതുകൊണ്ട് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബാബ കുളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉദ്ധവറാവ് പറഞ്ഞു, ഉണ്ട്. ഒരു കല്ലിൽ കയറി നിന്ന് തലയിൽ വെള്ളമൊഴിച്ച് മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ശിവഭഗവാന്റെ ഡമരുവാദനം പോലെ ശബ്ദമുണ്ടാക്കുമായിരുന്നു. ബാബ ലങ്കോട്ടി ധരിച്ച് കല്ലിലിരിക്കുമ്പോൾ വയറ് മുമ്പോട്ട് ഗണപതി ഭഗവാന്റെ വയറുപോലെ തള്ളി നിൽക്കുമായിരുന്നു. എന്നാൽ നിവർന്നു നിൽക്കുമ്പോൾ വയറ് കാണാൻ സാധിക്കുകയില്ല. എനിക്കത് അത്ഭുതമായിരുന്നു. ബാബയുടെ മുഖം ചില സമയത്ത് വ്യത്യസ്തമായി കാണും. ഭിത്തിയിൽ പിടിച്ചു നിൽക്കുമ്പോൾ, ദ്വാരകാമായിലെ ധുണിയുടെ മുമ്പിലിരിക്കുമ്പോഴൊക്കെ ആ മുഖം വ്യത്യസ്തമായി അനുഭവപ്പെടും. ആരത് സമയത്ത് വളരെ ശാന്തസ്വരൂപനായി കാണപ്പെടും. ഞാൻ ഉദ്ധവറാവിനോട് ചോദിച്ചു, ബാബ ഏത് ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്? ഉദ്ധവറാവുജി പറഞ്ഞു, ബാബയ്ക്ക് പല ഭാഷകൾ വശമായിരുന്നു. പഞ്ചാബി, ഹിന്ദി, ഗുജറാത്തി, തമിഴ്, മറാഠി, സംസ്കൃത ഭാഷയും നന്നായി സംസാരിക്കുമായിരുന്നു. ദാദാസാഹേബ് ഖാപ്പെ എന്നയാളോട് ഇംഗ്ലീഷിലും സംസാരിച്ചിരുന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, കുളി കഴിഞ്ഞ് ബാബയുടെ തലയിൽ ചന്ദനം കൊണ്ട് സ്വസ്തിക്ക് വരയ്ക്കുമായിരുന്നു എന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ബാപ്പു സാഹേബ് ബാബയുടെ തലയിൽ ചന്ദനം കൊണ്ട് സ്വസ്തിക്ക് വരയ്ക്കുമായിരുന്നു. ബാബ തലയിൽ മുടി വളരാൻ അനുവദിച്ചിരുന്നില്ല. മധു എന്നു പേരായ ക്ഷൗരക്കാരനെ കൊണ്ട് തലയിലെ മുടി മുഴുവനും വടിച്ച് വൃത്തിയാക്കുമായിരുന്നു. സ്വസ്തിക്ക് വരച്ചു കഴിഞ്ഞ് ബാബ വസ്ത്രം കൊണ്ട് തലയിൽ കെട്ടി പുറകിലേക്കിടുമായിരുന്നു. ബാബ കുട്ടികളോടെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉദ്ധവറാവ് ഉത്സാഹത്തോടെ പറഞ്ഞു, ബാബയ്ക്ക് ഭക്തർ പഴുത്ത മാങ്ങകൾ കൊടുക്കുമായിരുന്നു. ബാബ അത് മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. എന്നോട് കുസൃതിയും പലതവണ കാണിച്ചിരുന്നു. എനിക്ക് തരാതെ എന്നെ ചൊടിപ്പിക്കാൻ ബാബ മാങ്ങ എൻ്റെ മുമ്പിൽ നിന്ന് കഴിക്കുമായിരുന്നു. ഒരു കൈ കൊണ്ട് മാങ്ങ കഴിക്കുകയും മറുകൈയാൽ ഞാൻ തരില്ല എന്ന് സ്നേഹപൂർവ്വം വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്യും. ഞാൻ വിഷാദത്തോടെ ആ മുഖം നോക്കിയിരിക്കുമ്പോൾ എനിക്ക് മാങ്ങ നൽകുമായിരുന്നു. ഒരിക്കൽ ബാബ പൂരൻ പോളി തിന്നുകയായിരുന്നു. അപ്പോൾ ഞാൻ ബാബയുടെ കാൽച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ഇത്തവണയും എനിക്ക് തരില്ല എന്ന ഭാവത്തിൽ അത് കഴിക്കുവാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് ബാബയുടെ മടിയിലിരുന്നപ്പോൾ ബാബ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നെ ഇക്കിളിപ്പെടുത്തുകയും പൂരൻ പോളി എന്നെ തീറ്റിക്കുകയും ചെയ്തു. കുട്ടികളോടെപ്പോഴും കളിയും ചിരിയുമായി കഴിഞ്ഞിരുന്നു. മാലസാപതിയെപ്പറ്റി ചോദിച്ചപ്പോൾ ഉദ്ധവറാവ് പറഞ്ഞു, മാലസാപതി എപ്പോഴും ദ്വാരകാമായിലുണ്ടായിരുന്നു. ബാബയുടെ സമാധിക്ക് ശേഷവും മാലസാപതി അവിടെ വന്നിരിക്കുമായിരുന്നു. മാലസാപതിയുടെ മകൻ മാർത്താണ്ഡയ്ക്ക് അന്ന് 30ഓളം വയസ്സുണ്ടായിരുന്നു. മാലസാപതിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പോൾ മാർത്താണ്ഡ അദ്ദേഹത്തെ ദ്വാരകാമയിൽ കൊണ്ടുവരുമായിരുന്നു. മാലസാപതിയുടെ കാല് തൊട്ട് ഞാൻ വന്ദിക്കുമ്പോൾ ഇതാരാണ് എന്ന് മാർത്താണ്ഡയോട് ചോദിക്കുമായിരുന്നു. കണ്ണിന് കാഴ്ച കുറഞ്ഞ മാലസാപതിയോട്
ഇത് ശ്യാമയുടെ മകൻ ഉദ്ധവറാവു ആണെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ സമയത്ത് മാലസാപതിയുടെ കയ്യിലുള്ള പ്രസാദം എനിക്ക് തരുമായിരുന്നു. മാലസാപതി സമാധിക്ക് മുമ്പ് ബാബയുടെ കാൽ തടവിയിരിക്കുമായിരുന്നു. ബാബയുടെ സമാധിക്ക് ശേഷവും ഒരു ദണ്ഡിൽ വസ്ത്രം ചുറ്റി ബാബയുടെ കാലുകൾ സങ്കല്പിച്ച് തടവിക്കൊണ്ട് ദ്വാരകാമയിൽ മാലസാപതി ഇരിക്കുന്നതും ഞാൻ ഓർക്കുന്നു. ആ ഭക്തി കണ്ട് എല്ലാവരും അതിശയിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ മാധവറാവു ദേശ്പാണ്ഡെ എന്ന ശ്യാമയെപ്പറ്റിയും വളരെയധികം പറയാനുണ്ട്. ഒരിക്കൽ ആരതി സമയത്ത് അച്ഛന് ദ്വാരകാമയിലെത്താൻ സാധിച്ചില്ല. എല്ലാവരോടും ബാബ ശ്യാമയെപ്പറ്റി അന്വേഷിച്ചു. അദ്ദേഹത്തിന് സുഖമില്ല, പനി പിടിച്ച് കിടപ്പിലാണ് എന്നറിവ് കിട്ടി. ബാബ ഉടൻ തന്നെ ദ്വാരകാമയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലെത്തി. അച്ഛന് കിടക്കയിൽ നിന്ന് എണീക്കാൻ കഴിയുമായിരുന്നില്ല. വാതിൽക്കൽ നിൽക്കുന്ന ബാബയെ കണ്ട് അച്ഛൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ പൊടിഞ്ഞു. ബാബ, എനിക്ക് കിടക്കയിൽ നിന്ന് എണീക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആരതിക്ക് എത്തുമായിരുന്നു. ബാബ പറഞ്ഞു, സാരമില്ല, എണീക്കൂ. കൈ പിടിച്ച് ബാബ അച്ഛനെ ദ്വാരകാമയിൽ കൊണ്ടുവന്നിരുത്തി. ആരതി ഭംഗിയായി നടന്നു. ആരതി പൂർത്തിയായപ്പോഴേക്കും അച്ഛന് സുഖമായി. ഭക്തവത്സലനായ ബാബയുടെ ഈ പ്രവൃത്തി കണ്ട് അവിടെ കൂടിയിരുന്നവർ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ധനഞ്ജയ നായിക് എന്ന മീഡിയക്കാരൻ കൂടെയുണ്ടായിരുന്ന ഭക്തരോട് ഉദ്ധവറാവു ദേശ്പാണ്ഡെയുടെ വാക്കുകൾ കേട്ട് വികാരാധീനരായത് കണ്ടു. ധനഞ്ജയ നായിക് എന്ന മീഡിയക്കാരനും കൂടെയുണ്ടായിരുന്ന ഭക്തരും ഉദ്ധവറാവു ദേശ്പാണ്ഡെയുടെ വാക്കുകൾ കേട്ട് വികാരാധീനരായി. ബാബ തൻ്റെ ഭക്തരെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ബാബയുടെ പ്രിയ ശിഷ്യനായ ശ്യാമയുടെ മകനിൽ നിന്നും ഇത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച നാം എത്ര ഭാഗ്യവാന്മാരാണ്. ബാബയുടെ മഹിമ എത്ര മഹത്തരമാണ്. സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് की जय. वही श्यामा का लड़का उद्धव सन ऑफ श्यामा जी